ഫൈസി മുട്ടെടുക്കുമ്പോ എഗ് ബിരിയാണി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടും സ്പീഡ് കൂട്ടിയിട്ടും കുറച്ചിട്ടും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിച്ച് വീഡിയോ എടുക്കാൻ നോക്കുന്ന സമയത്ത് ഒരു മിനിറ്റിൽ കൂടുതലായി പോവാണ് കേട്ടോ. സോ ഷോർട്സ് ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഒരു ഇഷ്ടത്തോടെ കുറച്ചു നേരം കുത്തിയേക്കും, പിന്നെയും വന്ന് വീഡിയോ ഓണാക്കും. അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്യാനും തോന്നില്ല. അപ്പോൾ എന്തായാലും ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നലെ സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഇതാ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ബിരിയാണിയാണ് കേട്ടോ. പറഞ്ഞാൽ ഇതുവരെ ഞാൻ എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരു ഊഹത്തിൽ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കറിൽ ചൂടായി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് എടുക്കാണ് കേട്ടോ. ഇതെല്ലാം ഞാനിത് ഈ ഒരു ബോക്സിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നത്. നോക്കുമ്പോൾ നമ്മുടെ കുക്കറിൽ നിന്നാണ്. ആ ഒരു നെയ്യിൻ്റെയും വെളിച്ചെണ്ണീൻ്റെയൊക്കെ ആ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള സ്മെല്ല് നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അതിലേക്ക് ഇതാ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇതാ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പച്ചമുളക് ഞാനൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. കുട്ടികൾ കഴിക്കുന്നുണ്ട് വിചാരിച്ചിട്ട് പിന്നെ ഒന്നാമത് ടൈം ഉണ്ടായിരുന്നില്ല, പേസ്റ്റ് ആക്കി എടുക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടി ഒന്ന് വീഡിയോയിൽ കാണാത്തതാണ് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുണ്ടോ. എന്നിട്ടൊന്ന് കുക്കറൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫൈസി കുട്ടി ഇതാ പുറത്തുനിന്നൊരു മീനെ കൊണ്ടുവന്നിട്ട് ഉള്ളിൽ നമ്മളെ മണി പ്ലാന്റ് വെച്ചൊരു ബോട്ടിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയും തക്കാളിയും സംഭവങ്ങളൊക്കെ ഏകദേശം ഒന്ന് അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് മസാലയായിട്ട് ഞാൻ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി. അതാണ് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മൾ മുട്ട ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു, ചൂടാറിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെ നല്ലോണം ഒന്ന് വരയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏതോ വീഡിയോയിൽ കണ്ട ഓർമ്മയിൽ ചെയ്യുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. കുറേ മുന്നേപ്പോഴേക്കോ അങ്ങനെ ഷോർട്സിൽ കാണുമല്ലോ. എന്നിട്ട് നമ്മുടെ മസാലയ്ക്ക് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആകെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ. മുട്ടനി ഇതൊന്ന് മാറ്റാതെ നമ്മൾ ചോറും വെള്ളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുട്ട ഉടഞ്ഞു പോവുമോ, അത് മുട്ട എടുത്ത് മാറ്റണമെന്ന്. പിന്നെ ലാസ്റ്റ് മുട്ട എടുത്ത് മാറ്റി കേട്ടോ. കാരണം ഇനി മുട്ട ബിരിയാണിയിൽ മുട്ട പൊട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറെ മുട്ട പുഴുങ്ങി ഇവർക്ക് കൊടുക്കേണ്ടി വരും. കാരണം ഇവരങ്ങനത്തെ സൈസുകളാണ്. അതുകൊണ്ട് പിന്നെ മുട്ട എടുത്ത് മാറ്റിയിട്ടോ. മസാലയൊക്കെ ഒന്ന് ആയ ശേഷം മുട്ട എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള അരിയും പിന്നെ അതിൻ്റെ ഇരട്ടി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മസാല വഴറ്റിയ സമയത്ത് ആദ്യം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊക്കെ ചേർത്തല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് മുട്ട ബിരിയാണി ആയോ, വിശക്കണോ എന്നൊക്കെ പറഞ്ഞാൽ പിന്നാലെ ആൾക്കാർ വന്ന് ഇങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുക്കർ മൂടി വെക്കുകയാണ്. ഒരു വിസിൽ വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അറിയാതെ 2 വിസിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ചോറ് വെന്ത് പോയി. പക്ഷേ ഉപ്പും എരിവൊക്കെ പാകത്തിനായിരുന്നു. എരിവൊന്നും അധികം ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ ഞാൻ ഇതേപോലെ തന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല. അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ ഇതാ ഒരു മുട്ടക്കള്ളനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ 2 വിസിലൊക്കെ വന്ന് ചോറൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ്സൊക്കെ അല്ലേ ഇടുന്നത്, കുക്കിംഗ് വീഡിയോസ് ഇടുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളൊരു വെപ്രാളാണ് കേട്ടോ. എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളിതിൻ്റെ കൂടെ സാലഡാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കുക്കുംബർ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ബിരിയാണി കഴിച്ച് നോക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, മക്കൾക്കും ഇഷ്ടമായി. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഈ ഒരു ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നല്ല നാരങ്ങാച്ചാറും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നാരങ്ങാച്ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ മുട്ട ബിരിയാണിയൊക്കെ കൂട്ടി ഉച്ചയ്ക്ക് നമ്മൾ കിടിലനായിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. ടാറ്റാ ബൈ, സീ യു.